അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 19. അപ്പൊല്ലോസ് കൊരിന്തിലായിരുന്നപ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അദ്ദേഹം ഏതാനും ശിഷ്യരെ കണ്ടുമുട്ടി. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ഇല്ല എന്ന് അവർ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എങ്കിൽ ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് നൽകിയത്. തനിക്ക് പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരായിരുന്നു. പൗലോസ് 3 മാസം അവിടെയുള്ള സിനഗോഗിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് സധൈര്യം പ്രസംഗിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ കഠിനചിത്തരായ ചില യഹൂദന്മാർ വിശ്വസിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അദ്ദേഹം അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി ചർച്ചകൾ നടത്തിപ്പോന്നു. ഇങ്ങനെ 2 വർഷം ചെയ്തതിൻ്റെ ഫലമായി ആസിയയിൽ താമസിച്ചിരുന്ന യഹൂദരും യവനരും കർത്താവിൻ്റെ വചനം കേൾക്കാനിടയായി. ദൈവം പൗലോസിലൂടെ അസാധാരണങ്ങളായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അദ്ദേഹം സ്പർശിച്ച തുവാലകളും ധരിച്ച മേൽവസ്ത്രങ്ങളും കൊണ്ടുവന്ന് രോഗികളുടെ മേൽ ഇടുമ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു. ബാധ ഒഴിപ്പിച്ച് ചുറ്റി സഞ്ചരിച്ചിരുന്ന ചില യഹൂദ മന്ത്രവാദികൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. സ്കേവ എന്ന പുരോഹിത മുഖ്യൻ്റെ 7 പുത്രന്മാരാണ് ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അശുദ്ധാത്മാവ് അവരോട്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അശുദ്ധാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റവരും നഗ്നരുമായി ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. ഇത് എഫേസോസിൽ താമസിക്കുന്ന സകല യഹൂദരും യവനരും അറിഞ്ഞ് അവരെല്ലാവരും ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം അത്യന്തം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ പലരും വന്ന് അവരുടെ ചെയ്തികൾ പരസ്യമായി ഏറ്റുപറഞ്ഞു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തക ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ അഗ്നിക്കിരയാക്കി. അവയുടെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയം വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിൻ്റെ വചനം എല്ലായിടത്തും പ്രചരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകാൻ പൗലോസ് ആത്മാവിൽ നിർണയിച്ചു. അവിടെ എത്തിയ ശേഷം എനിക്ക് റോമയും സന്ദർശിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെ ശുശ്രൂഷിച്ചു പോകുന്നവരിൽ തിമോഥിയോസ്, എരസ്തോസ് എന്ന 2 പേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട് അദ്ദേഹം കുറേ നാൾ കൂടി ആസിയയിൽ പാർത്തു. ആ കാലത്ത് ക്രിസ്തുമാർക്കത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമിസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്ന ദെമേത്രിയോസ് എന്ന ലോകപ്പണിക്കാരൻ ശില്പികൾക്ക് നല്ല തോതിലുള്ള തൊഴിൽ നൽകി പോന്നു. ആ തൊഴിലാളികളെ വിളിച്ചുകൂട്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്നേഹിതരെ, ഈ വ്യാപാരത്തിൽ നിന്നാണ് നമുക്ക് സമ്പത്തുണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പൗലോസ് എന്ന ഈ മനുഷ്യൻ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവ ദേവന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എഫേസോസിൽ മാത്രമല്ല ആസിയയിൽ മുഴുവനും ജനങ്ങളെയാകെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരും എന്ന അപകടം മാത്രമല്ല, പിന്നെയോ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം അവഗണിക്കപ്പെടുകയും ആസിയ മുഴുവനും ഭൂതലവും ഭജിക്കുന്ന ഈ ദേവിയുടെ പ്രതാപവും ഇതുമൂലം നഷ്ടപ്പെടാൻ ഇടയാകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ രോഷാകുലരായി എഫേസ്യരുടെ അർത്തമിസ് ദേവി മഹോന്നത എന്നാർത്തു. നഗരത്തിൽ മുഴുവൻ ബഹളമായി. പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്നീ മക്കദോനിയരെ പിടിച്ചുകൊണ്ട് സമ്മേളന സ്ഥലത്തേക്ക് തള്ളിക്കയറി. പൗലോസ് ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ ആഗ്രഹിച്ചെങ്കിലും ശിഷ്യർ അദ്ദേഹത്തെ തടഞ്ഞു. പൗലോസിൻ്റെ സ്നേഹിതരായ ആസിയ പ്രവിശ്യയിലെ ചില പ്രമുഖർ ആളയച്ച് സമ്മേളന സ്ഥലത്തേക്ക് പോകരുതെന്ന് അപേക്ഷിച്ചു. അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സമ്മേളനമാകെ അലങ്കോലമായി. തങ്ങൾ അവിടെ എന്തിനാണ് ഒന്നിച്ചു കൂടിയതെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു. യഹൂദർ മുമ്പോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിക്കാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാണിച്ച് ജനസമൂഹത്തോട് പ്രതിപാദിക്കാൻ ഭാവിച്ചു. എന്നാൽ അയാൾ യഹൂദനാണെന്നറിഞ്ഞപ്പോൾ എഫേസ്യരുടെ അർത്തമിസ് മഹാദേവി മഹോന്നത എന്ന് 2 മണിക്കൂറോളം അവർ ഏകസ്വരത്തിൽ ആർത്തു വിളിച്ചു.
നഗരഗുപസ്ഥൻ ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിന് ശേഷം ചോദിച്ചു, എഫേസോസുകാരെ, എഫേസോസ് നഗരം അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൻ്റെയും ആകാശത്തു നിന്ന് വീണ ദിവ്യഗ്രഹത്തിൻ്റെയും സംരക്ഷകയാണെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? ഇവയൊക്കെ അനിഷേധ്യമായ വസ്തുതകളാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ ശാന്തരായിരിക്കുക. എന്തെന്നാൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ മനുഷ്യർ ക്ഷേത്ര കവർച്ചക്കാരോ ദേവീ ദൂഷകരോ അല്ല. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും ആരുടെയെങ്കിലും നേർക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ കോടതികൾ തുറന്നിട്ടുണ്ട്. ന്യായം വിധിക്കാൻ ഭരണാധികാരികളുമുണ്ട്. അവിടെ അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമനിർമ്മാണ സമിതിയിൽ വെച്ച് അതിന് തീരുമാനമുണ്ടാക്കാം. ഈ ബഹളത്തിന് മതിയായ കാരണമില്ലാത്തതിനാൽ അത് നിമിത്തം ഇന്ന് കലാപമുണ്ടാക്കി എന്ന കുറ്റം നമ്മുടെ പേരിൽ ആരോപിക്കാൻ ഇടയുണ്ട്. ഈ ബഹളത്തെ ന്യായീകരിക്കാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അയാൾ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു.